Hello friends, this is Villan and you are watching Villan's Intelligence Program. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന VFA and LDC എക്സാം സീരീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രി ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങളും കൂടെ തന്നെ SCERT ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് സോഴ്സ് വെച്ചുള്ള എക്സ്പ്ലനേഷൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സാണിത്. ഇത് തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ വിളിച്ച് ചെയ്യാൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSC VFA and LDC എക്സാം സീരീസ് കെമിസ്ട്രി PYQ പ്ലസ് റിലേറ്റഡ് ഫാക്ട് ഫ്രം SCERT ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് സോഴ്സ് എക്സ്പ്ലനേഷൻ. ആദ്യം നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ നോക്കിയേ, രസതന്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുന്നത്. VFAക്കും LDCക്കും നിങ്ങൾക്ക് 3 മാർക്ക് കെമിസ്ട്രിയിൽ നിന്നാണ്. ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ? ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറേജിയ. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമതായിട്ട് മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, ഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. മൂന്നാമതായിട്ട് ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം മൂലകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തും ലോഹങ്ങളും അലോഹങ്ങളും വന്നിട്ടുണ്ട്. ലോഹങ്ങൾ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഭാഗത്തും ലോഹങ്ങളും അലോഹങ്ങളും വന്നിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്ന ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ ആണല്ലോ? ശരി, നോക്കിയേ, ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം? അയിരിന്റെ വേർതിരിക്കാനുള്ള മാർഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ചോദ്യം വളരെ സിമ്പിൾ ആണ്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏതു മാർഗമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മാർഗമാണ്? സിമ്പിളായിട്ട് ഉത്തരം അറിയാം. ഓപ്ഷൻ A ആണ്. കാന്തിക വിഭജനമാണ് അല്ലേ? കാന്തിക വിഭജനമാണ്. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടത്? നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് പഠിക്കാം. ഇതെവിടെ നോക്കിയേ, എന്താണ് കാന്തിക വിഭജനം? അയിരിനോ അതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾക്കോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ കാന്തിക വിഭജനം ഉപയോഗിക്കുന്നു. അതായത് ഈ പറയുന്ന അയിരിനോ അതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യം അല്ലെങ്കിൽ ഗാങ് എന്ന് പറയും. ഈ അപദ്രവ്യം എന്ന് പറഞ്ഞാൽ ഗാങ് ആണ്. അപ്പോൾ അതിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാന്തിക വിഭജനം. ഓക്കെ, മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് Fe3O4 ആണ്. ഇതിന് കാന്തിക സ്വഭാവമുള്ള ഒരു ഇരുമ്പിന്റെ അയിരാണ്. ഇതെന്താണ്? ഒരു കാന്തിക സ്വഭാവമുള്ള ഇരുമ്പിന്റെ അയിരാണ്. ഇനി ടിൻ ഓക്സൈഡ്, അതായത് SnO2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാന്തിക സ്വഭാവമില്ലാത്ത അപദ്രവ്യമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ടിൻ ഓക്സൈഡ് SnO2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കാന്തിക സ്വഭാവമില്ല, നോൺ മാഗ്നറ്റിക് ആണ്. എന്നാൽ മാഗ്നറ്റൈറ്റ് എന്താണ്? അതൊരു കാന്തിക സ്വഭാവമുള്ളതാണ്. ഇനി എന്താണ് അവിടെ പ്രക്രിയ നടക്കുന്നത്? ക്രഷ് മിശ്രിതം ചേർത്ത കാന്തിക റോളുകളുള്ള ഒരു കൺവെയ്നർ ബെൽറ്റിലൂടെ കടത്തിവിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള മാഗ്നറ്റൈറ്റ് റോളറിലേക്ക് ആകർഷിക്കപ്പെട്ട് പ്രത്യേകമായും നോൺ മാന്ത്രിക സ്വഭാവമുള്ള SnO2 ദൂരത്തേക്ക് തെറിച്ചു വീണ് വേർതിരിയുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞത്? ഈ പറയുന്ന SnO2 എന്ത് ചെയ്യുന്നു? ഈ ദൂരത്തേക്ക് വലിച്ചെറിയപ്പെടുന്നു. പക്ഷേ മാഗ്നറ്റിക് സ്വഭാവമുള്ള നമ്മുടെ മാഗ്നറ്റൈറ്റ് എന്ത് ചെയ്യുന്നു? അത് അതിൽ ഒട്ടിപ്പിടിക്കുന്നു. മനസ്സിലായോ? അതാണ് അവിടെ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. നമുക്ക് വ്യക്തമായിട്ട് എന്താണ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന്. സിമ്പിളായിട്ട് പഠിക്കാലോ. സോ രസതന്ത്രം 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ. നോക്കാം, അതിലെ കാന്തിക വേർതിരിക്കൽ അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്താണ്? നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നോക്കാട്ടോ. നമുക്ക് വായിക്കാം ആദ്യം. ഒരു കാന്തിക റോളറിലൂടെ പൊടിച്ച അയിരിനെ കടത്തിവിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള അയിരോ ഗാങ്ങോ വേർതിരിക്കപ്പെടുന്നു. ഇത്തരത്തിൽ ശുദ്ധമായ അയിര് ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് കാന്തിക വേർതിരിക്കൽ. ഇവിടെ ഈ കാന്തിക വിഭജനം എന്ന് പറയുന്നത് കാന്തിക വേർതിരിക്കൽ തന്നെയാണ് കേട്ടോ. ഉദാഹരണത്തിന് മാഗ്നറ്റൈറ്റ് Fe3O4, കാരണം നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന അതേ എക്സാമ്പിൾ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് Fe3O4 അയിരിന് കാന്തിക സ്വഭാവമുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഗാങ്ങിന് കാന്തിക സ്വഭാവമില്ല. അതായത് ഗാങ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ ടിൻസ്റ്റൺ ആണ്. അതായത് SnO2 ആണ്. SnO2 അയിര് കാന്തികമല്ല. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗാങ് ആയ അയൺ ടിൻസൈറ്റ് കാന്തികമാണ് എന്നാണ് പറയുന്നത്.
അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ ചിത്രം നിങ്ങൾ നോക്കിയേ, ഇതാണ് ആ റോളർ കേട്ടോ. ഈ റോളറിന്റെ മുകളിൽ നമ്മൾ ഈ പൊടിപ്പിക്കുന്ന മെഷീന്റെ പോലെ അവിടെ അയരിനെ ഇങ്ങനെ നിക്ഷേപിക്കുന്നു. ആ അയര് ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഇതിന് കാന്തിക സ്വഭാവമുണ്ട്. ഓക്കെ, അപ്പൊ കാന്തിക സ്വഭാവമുള്ള ഘടകം എന്ത് ചെയ്യുന്നു? ഇതിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇവിടെ കാന്തിക സ്വഭാവമുള്ള ഘടകവും കാന്തിക സ്വഭാവമില്ലാത്ത ഘടകവും ഇങ്ങനെ തെറിച്ച് വീഴുന്നത് വേറൊരു പാത്രത്തിൽ ശേഖരിച്ചു വെക്കുന്നു. ഇതാണ് എന്താ? കാന്തിക വേർതിരിക്കൽ അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? വ്യക്തമായിട്ട് SCERT പറയുന്നുണ്ട് കേട്ടോ. ഇതേ എക്സാമ്പിൾ ആണ് നമുക്ക് എന്ത് ചെയ്തത്? ചോദ്യത്തിൽ വന്നത് കണ്ടോ, മാഗ്നറ്റൈറ്റ് അപദ്രവ്യമായ SnO2. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് സോഴ്സ് ആണ്, SCERT നിന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് ഓപ്ഷനിലുള്ളതും അവിടെയുള്ള ബാക്കി കാര്യങ്ങളും എന്ത് ചെയ്യണം? പഠിക്കണം. ഇതാ ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കാൻ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് പ്രവർത്തനമുള്ളത്. ഈ പ്രക്രിയകളെ ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയും. മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹം വേർതിരിച്ചെടുക്കാൻ പ്രധാനമായിട്ടുള്ള 3 ഘട്ടങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് അയിരുകളുടെ സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയും. രണ്ടാമത്തേത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടമാണ് ലോഹ ശുദ്ധീകരണം, റിഫൈനിങ് ഓഫ് മെറ്റൽ. ഈ 3 ഘട്ടങ്ങളാണ് എന്താ? വളരെ പ്രധാനമായ ലോഹ നിഷ്കർഷണത്തിന് എന്ന് പറയുന്ന 3 ഘട്ടങ്ങൾ. ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അയിരുകളുടെ സാന്ദ്രണമാണ്. അയിരുകളുടെ സാന്ദ്രണം നോക്കിയേ, അയിരുകളെ ഭൂവൽക്കത്തിൽ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നത്. ഇതിൽ മണ്ണ്, മണല് പോലുള്ള ധാരാളം ഭൗമ മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടാകാം. ഗാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന അയിരിലെ ലോഹാംശം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന മണ്ണ്, മണല് പോലുള്ള ഭൗമ മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടാവും. അതിന് പൊതുവെ ഈ മാലിന്യങ്ങളെ പറയുന്ന പേരാണ് ഗാങ് എന്ന് പറയുന്നത് കേട്ടോ. ഗാങ് എന്ന് പറയുന്നത് അയിരിന്റെയും ഗാങ്ങിന്റെയും സ്വഭാവം അനുസരിച്ച് ഇതിനായി വിവിധ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അതിലൊന്നാണ് നമ്മൾ നേരത്തെ പഠിച്ച എന്താ? കാന്തിക വേർതിരിക്കൽ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കും, മറ്റേതിന് കാന്തിക സ്വഭാവം ഇല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന മെത്തേഡാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് പഠിക്കാമല്ലോ. അത് 3ാമത്തെ ആയിരുന്നു. നിങ്ങൾ നമ്പർ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. 3ാമത്തെയാണ്. അതിന് മുമ്പുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്ത് ചെയ്താൽ മതി? കാന്തിക വിഭജനം മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെയാണ്, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്റർ, ലോഹങ്ങൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ റിവിഷൻ ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ? ഇവിടെ ശ്രദ്ധിച്ച ഒന്നാമത്തേത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്നാ പറയുന്നത്. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെവിഗേഷൻ എന്ന് പറയുന്നതും ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നതും ഒന്നാണ്. അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ ഈ മാർഗം ഉപയോഗിക്കുന്നു. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ. പൊടിച്ച അയിരിനെ ജലപ്രവാഹത്തിൽ കഴുകുന്നു. പൊങ്ങിക്കിടക്കുന്ന അയിര് സാന്ദ്രത കുറഞ്ഞ ഗാങ്ങിനെ അരിച്ചു മാറ്റുന്നു. പൊങ്ങിക്കിടക്കുന്ന സാന്ദ്രത കുറഞ്ഞ ഗാങ്ങിനെ എന്ത് ചെയ്യുന്നു? അരിച്ചു മാറ്റുന്നു. സാന്ദ്രത കൂടിയ അയിര് അടിയിൽ അവശേഷിക്കുന്നു. പൊതുവായി ഓക്സൈഡ് അയിരുകൾ ഈ രീതിയിൽ സാന്ദ്രണം ചെയ്തെടുക്കാം. അപ്പോൾ ഈ പറയുന്ന ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത് പൊതുവായ ഏത് അയിരുകളാണ്? ഓക്സൈഡ് അയിരുകളാണ് കേട്ടോ. ഓക്സൈഡ് അയിരുകളാണ്. ഇവിടെ നോക്കിയേ, ഇതാ കണ്ടോ, ഈ ചിത്രത്തിലൂടെ പൊടിച്ച അയിര് ചേർക്കുന്നു. അപ്പൊ ഇത് അരിന്റെ സസ്പെൻഷൻ താഴെ കിടക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? അയിര് വരുന്നത്. മുകളിലൂടെ എന്ത് ചെയ്യുന്നു? ഗാങ് പുറത്തേക്ക് പോകുന്നു. മനസ്സിലായല്ലോ? ദാ സാന്ദ്രീകരിച്ച അയിര് ദാ താഴത്തേക്ക് വരുന്നു. ഇതിലൂടെ വെള്ളവും പോകും. മനസ്സിലായോ? ഈ അടിഞ്ഞു കിടക്കുന്ന ബ്രൗൺ കളറിലുള്ളതാണ് എന്ത്? ഈ പറയുന്ന സാന്ദ്രീകരിച്ച അയിര് പുറത്തേക്ക് പോകുന്നതാണ് ഗാങ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് രണ്ടാമത്തെയാണ് പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ? അയിര് സാന്ദ്രത കുറഞ്ഞതും ഗാങ് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് പ്ലവന പ്രക്രിയ ഉപയോഗപ്പെടുത്തുന്നത്. പൊടിച്ച അയിരിനെ ജലവും പൈൻ ഓയിലും കൂട്ടിക്കലർന്ന മിശ്രിതവുമായി കലർത്തി ശക്തമായ വായുപ്രവാഹത്തിൽ ഇളക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പതയോടൊപ്പം അയിരിന്റെ കണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുകയും പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇതിനെ നീക്കം ചെയ്തതിനു ശേഷം അയിരിനെ വേർതിരിച്ച് ഉണക്കിയെടുക്കുന്നു. അതാണ് പ്ലവന പ്രക്രിയ കേട്ടോ. പ്ലവന പ്രക്രിയ. ഇവിടെ നോക്കിയേ, ഇതായി കറങ്ങുന്ന പങ്കതാണ് കറങ്ങുന്ന പാഡില്. ഇവിടെ വായു ചെല്ലുന്നു. പത മുകളിൽ കാണുന്നുണ്ട്. അയിരും പൈൻ ഓയിലും ജലവും ചേർത്ത മിശ്രിതം എന്ത് ചെയ്യുന്നു? ഇതിനോട് ഉള്ളിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഒരു സ്റ്റിറർ എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മനസ്സിലായല്ലോ? ഇവിടെ അയിര് സാന്ദ്രത കുറഞ്ഞതും ഗാങ്ങിന് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് പ്ലവന പ്രക്രിയ. അവിടെ ഹൈഡ്രോളിക് വാഷിംഗ് എന്തായിരുന്നു? അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുമ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. കൺഫ്യൂഷൻ വരരുത്. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. 4ാമത്തെ മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ് എന്താണ്? ലീച്ചിങ് പൊടിച്ച അയിരിന് അനുയോജ്യമായ ഒരു ലായകവുമായി ചേർക്കുന്നു. അയിര് അത് ലയിക്കുകയോ രാസപ്രവർത്തന വിധേയമാവുകയോ ചെയ്ത് ലായനിയായി മാറുന്നു. എന്നാൽ ഗാങ് ഇതിൽ ലയിക്കുന്നില്ല. ഇതിനെ പിന്നീട് അരിച്ചു മാറ്റുന്നു. ഈ പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പൊടിച്ചു വെച്ച അയിരിലില്ലേ,
അതിനൊരു ലായകം ചേർക്കുന്നു. അത് ലായകത്തിൽ എന്ത് ചെയ്യും? ഇത് ലയിക്കും, രാസപ്രവർത്തന വിധേയമാക്കി ലായനിയായി മാറും. എന്നാൽ ഗാങ് എന്ത് ചെയ്യില്ല? ഗാങ് ഇതിൽ ലയിക്കില്ല. ആ പ്രക്രിയയാണ് ലീച്ചിങ്. ഇവിടെ നോക്കിയേ, അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്തെടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബോക്സൈറ്റ് സാന്ദ്രണീകരണ രീതി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലീച്ചിങ് ആണ്. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. PSC ഒരുപാട് തവണ ചോദിച്ചാണ്. അയിര്, ബോക്സൈറ്റ്, അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അതുപോലും PYQ ആണ് കേട്ടോ. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി എന്ന് പറയുന്നത് ലീച്ചിങ് ആണ്. ഓക്കെ, പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി തുടങ്ങിയവ. ഈ ലോഹങ്ങളുടെ അയിരുകളെ സോഡിയം സയനൈഡിന്റെയോ പൊട്ടാസ്യം സയനൈഡിന്റെയോ നേർപ്പിച്ച ലൈനുമായി വസ്തുവിന്റെ സാന്നിധ്യത്തിൽ ലീച്ചിങ് നടത്തിയാണ് ലോഹത്തെ വേർതിരിക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സ്വർണം, വെള്ളി തുടങ്ങിയ പ്രകൃതിയിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന ലോഹങ്ങളുടെ അയിരുകൾ എന്ത് ചെയ്യുന്നു? സോഡിയം സയനൈഡോ അഥവാ NaCN എന്ന് പറയും, സോഡിയം സയനൈഡ്, അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് KCN എന്ന് പറയും. ഇതിന്റെ നേർപ്പിച്ച ലൈനുമായിട്ട് വായുവിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ലീച്ചിങ് നടത്തിയാണ് ലോഹത്തെ വേർതിരിക്കുന്നത്. ആ ഒരു പോയിന്റൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ മക്കളെ? സോ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് ഈ ലോഹങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തമായിട്ടൊന്ന് സെൽഫ് സ്റ്റഡി ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നമുക്ക് എല്ലാ ചാപ്റ്ററുകളും കവർ ചെയ്യാൻ പറ്റുമോ അറിയില്ല, എങ്കിലും നമ്മൾ ഓരോരോ ചാപ്റ്ററുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടെ പഠിച്ചേക്കുക. ഓക്കെ ആണല്ലോ? സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകളുണ്ട്. വീഡിയോ ലൈക്ക് അടിക്കാതെ കാണുന്ന എല്ലാവരും, പുതുതായി കാണുന്നവരും പഴുതായി കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം കേട്ടോ. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് കുറവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഈ യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷൻ ആണ് കേട്ടോ. ട്രൂ സൊല്യൂഷൻ ആണ്. ഓക്കെ, ട്രൂ സൊല്യൂഷനെയാണ് യഥാർത്ഥ ലായനി എന്ന് തന്നിരിക്കുന്നത്. ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഓക്കെ, CRT പറയുന്ന അത് തന്നെയാണ് സിമ്പിൾ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ B ആണ്. ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. ഓപ്ഷൻ B ആണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അതാണ് ട്രൂ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മറ്റേതൊക്കെ നോക്കണമല്ലോ. ഇവിടെ ശ്രദ്ധിച്ച് ആദ്യം ഞാനതൊന്ന് പറയാം. ലായകത്തിൽ ലയത്വമുള്ള പദാർത്ഥം പൂർണ്ണമായും ലയിച്ചുണ്ടാകുന്ന ഒരു ഏകജാത മിശ്രിതമാണ്, അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചർ ആണ് യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ. ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് കണികകളുടെ വലുപ്പമാണ്. യഥാർത്ഥ ലായനിയിൽ കണികകളുടെ വലുപ്പം വളരെ ചെറുതാണ്. 1 നാനോമീറ്റർ കുറവ്, അതായത് ലെസ് ദാൻ 1 നാനോമീറ്റർ എന്നാണ് പറയുന്നത്. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അളവാണ്. അതിനാൽ ഇവയെ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രസ്താവന B ശരിയായത് കേട്ടോ. ഓക്കെ, ഇനി പ്രസ്താവന Dയിൽ എന്താ തന്നിട്ടുണ്ടായിരുന്നത്? ഇവിടെ നോക്കി, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികളെ അരിച്ചു മാറ്റാൻ കഴിയുമെന്ന് പറയുന്നത് തെറ്റായിരുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ടിൻഡൽ സ്വഭാവം എന്താണ്? ടിൻഡൽ എഫക്റ്റ്. കണികകളെ വളരെ ചെറുതായതിനാൽ ഇവ പ്രകാശരശ്മികളെ വിസരണം അഥവാ സ്കാറ്റർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തീവ്രമായ പ്രകാശം കടത്തിവിട്ടാലും ലായനിക്കുള്ളിൽ പ്രകാശപാത കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രസ്താവന A തെറ്റിപ്പോയത്. പ്രസ്താവന കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്, പക്ഷെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് ശരി. ഇനി സുസ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി. യഥാർത്ഥ ലായനികൾ തികച്ചും സുസ്ഥിരമാണ്. അതിനാൽ ലായനി കൂടുതൽ സമയം അനക്കാതെ വെച്ചാലും അതിലെ കണികകൾ അടിയിൽ അടിയുകയില്ല എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടാണ് പ്രസ്താവന തെറ്റിയത്. അവിടെ അടിയും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അനക്കാതെ വെക്കുമ്പോൾ കണികകൾ അടിയുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മൾ പ്രസ്താവന വരുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്? പ്രസ്താവന ക്രോസ് ചെക്ക് ചെയ്തിട്ട് പഠിക്കുന്ന രീതി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സോഴ്സ് എന്താണെന്ന് നോക്കാം. CRT ഏത് ചാപ്റ്ററിലാണ് വന്നിരിക്കുന്നത് നോക്കാം, വ്യക്തമായിട്ട് പഠിക്കാം. ഇതാ നോക്കിയേ, 9ാം ക്ലാസ്സിലെ രസതന്ത്രം ഭാഗം 2-ലെ 6ാമത്തെ ചാപ്റ്റർ ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ 9ാം ക്ലാസ്സിലെ രസതന്ത്രം ഭാഗം 2 6ാമത്തെ ചാപ്റ്റർ ലായനികൾ. യഥാർത്ഥ ലായനി അതേപോലെ തന്നെ സസ്പെൻഷൻ രണ്ടും പറയുന്നുണ്ട്. രണ്ടും ഒരുമിച്ച് തന്നിരിക്കുവാണ്. അപ്പോൾ യഥാർത്ഥ ലായനി ട്രൂ സൊല്യൂഷൻ ആണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് സസ്പെൻഷൻ തന്നെയാണ്. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. വെള്ളവും പഞ്ചസാരയും ചേർന്ന മിശ്രിതം ഒരു യഥാർത്ഥ ലായനിയാണ്. അത് തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ അത് ചോദിക്കാട്ടോ. അടുത്തത് വെള്ളവും പഞ്ചസാരയും ചേർന്ന മിശ്രിതം ഒരു ഡാഷ് ആണെന്ന് ചോദിക്കാം. എന്താണത്? അതൊരു യഥാർത്ഥ ലായനിയാണ്. ഇവ ഏകാത്മക മിശ്രിതമായതിനാൽ ഘടകങ്ങൾ മിശ്രിതത്തിന് എല്ലാ ഭാഗത്തേക്കും ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ട്രൂ സൊല്യൂഷന്റെ ഏകാത്മക മിശ്രിതമാണ്. അതുകൊണ്ട് തന്നെ ഘടകങ്ങൾ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ചോക്ക് പൊടി വെള്ളത്തിൽ കലർത്തിയ മിശ്രിതം സസ്പെൻഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതും ചോദിക്കാം. ചോക്ക് പൊടി വെള്ളത്തിൽ കലർത്തിയ മിശ്രിതം അറിയപ്പെടുന്നത് ഡാഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്? അത് സസ്പെൻഷൻ ആണ്. ഇവ ഭിന്നാത്മക അഥവാ ഹെട്രോജീനിയസ് മിശ്രിതമാണ്. ഭിന്നാത്മകമാണ്.
അതിന് എന്താണ് അതിന്റെ പ്രത്യേകത? ഭിന്നാത്മക മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അല്ല, വ്യത്യാസം വരും. ഇത് മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. അപ്പൊ ഏകാത്മകമാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും അനുപാതം, എന്നാൽ ഭിന്നാത്മകമാണെങ്കിൽ പല ഭാഗത്തും പല രീതിയിലായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് യഥാർത്ഥ റൈനി ട്രൂ സൊല്യൂഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആയിരുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ തന്നിരിക്കുന്ന ഈ ഓപ്ഷനുകളാണ് അതേപോലെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നമുക്കൊരു പരീക്ഷണം നടത്താനാണ് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഒരു പേപ്പർ, ഒരു ബോക്സ് ആയിരുന്നു ഇത്. സോ ഈ ബോക്സ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ബോക്സിൽ തന്നിരിക്കുന്ന പ്രവർത്തനം അതുപോലെയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നോക്കിയേ, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുന്നു. ഇതല്ലേ നമ്മുടെ ശരിയായിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥ ലൈനിൽ എന്തായിരുന്നു? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നില്ല. കണ്ടോ, ഇത് ആകെ ഈ പറയുന്ന ബോക്സിൽ ആകെ തന്നിരിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ വേണ്ടി ഒന്നുകൂടെ കാണിക്കാം. ചോദ്യത്തിൽ എന്താ ചോദിച്ചതെന്ന് ഇതാ കണ്ടോ. യഥാർത്ഥ ലൈനുമായി ബന്ധപ്പെട്ട പ്രസ്താവന, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. ഈ പറയുന്ന ഇതേ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഞാൻ കട്ട് ചെയ്യുവാണ്. ഈ പറയുന്ന ഈ രണ്ടാമത്തെ ബി സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചായിരിക്കുന്നു ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. സിമ്പിളായോ? ഇത് തന്നെയാണ് ചോദ്യത്തിൽ ചോദിച്ച ഇടം. അപ്പൊ സസ്പെൻഷനിൽ എന്താ സംഭവിക്കുന്നത്? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയും. ഞാൻ അവിടെ തന്നിട്ടുണ്ട് ആ ഡാഷുള്ള ഭാഗത്ത്. ഇനി ശക്തമായ പ്രകാശബിംബം കടത്തിവിടുന്നു. ഇതായിരുന്നു അടുത്ത ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ പ്രകാശപാത ദൃശ്യമല്ല എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. പ്രകാശപാത ദൃശ്യമല്ല. എന്നാൽ സസ്പെൻഷനിൽ എന്താണ്? പ്രകാശപാത ദൃശ്യമാണ്. അടുത്തത് അനക്കാതെ വെക്കുന്നു. അനക്കാതെ വെക്കുന്ന സമയത്ത് ഘടകങ്ങൾ അടിയിൽ അടിയുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. എന്നാൽ സസ്പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഘടകങ്ങൾ അടിയിൽ അടിയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, യഥാർത്ഥ ലായനിയിൽ ലീന കണങ്ങളുടെ വലിപ്പം തീരെ കുറവാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ടോ സൂക്ഷ്മദർശിനി ഉപയോഗിച്ചു പോലുമോ ഇവയെ കാണാൻ കഴിയില്ല. തീരെ ചെറിയ കണങ്ങൾ ആയതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പ്രകാശപാത ദൃശ്യമല്ല. സസ്പെൻഷനുകളിൽ ലീന കണങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പമുള്ളവയാണ്. അവ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഗുരുത്വാകർഷണം കാരണം കണങ്ങൾ ക്രമേണ അടിയുന്നു, കൂടാതെ ഇവയെ അരിച്ചെടുക്കാനും കഴിയുന്നു. സസ്പെൻഷന്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സിമ്പിൾ, ഡയറക്റ്റ് SCERT ചോദ്യമാണ്. സിമ്പിൾ അതേ സെന്റൻസ് തന്നെയാണ് നമുക്ക് ചോദ്യത്തിൽ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. സോ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കാടോ. ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ മക്കളെ. കൂടെ തന്നെ ലൈക്ക് അടിച്ച് പോരാ. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വെച്ചേക്കുക. ശരി, ശ്രദ്ധിച്ചേ. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇവിടെ ശ്രദ്ധിച്ചേ, എന്താണ് ചോദ്യം പറയുന്നത്? മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ എന്നാണ്. ഇവിടെ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണോ? തീർച്ചയായും അതെ അല്ലെ. തീർച്ചയായും 10. D10 എന്നാണ് പറയുന്നത്. സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10. അത് ശരിയാണ്. സോ 1 ശരിയാണ്. 1 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കിയേ. 1 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ 1 വരാത്ത 2 ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അടുത്തത് രണ്ടാമത് ശരിയാണോ? എല്ലാ S ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ്? തീർച്ചയായിട്ടും അല്ല. തീർച്ചയായിട്ടും അല്ല അല്ലെ. കാരണം ഹൈഡ്രജൻ ഒക്കെ വരുന്നുണ്ട്. സോ S ബ്ലോക്ക് മൂലകങ്ങൾ എന്തല്ല? എല്ലാം ലോഹങ്ങളല്ല. അപ്പോൾ അത് തെറ്റാണ്. 2 തെറ്റാണ്. അപ്പൊ 2 വരുന്ന ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കിയതാ. 1ഉം 2 വരുന്ന ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഉത്തരം കിട്ടി ഓപ്ഷൻ 1ഉം 3ഉം. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ വീണ്ടും ആവർത്തിക്കുവാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചിരിക്കുന്നത്? 2 എണ്ണം നമുക്ക് അറിയുന്നതുണ്ടായിരിക്കും. തീർച്ചയായും എന്നെ പോലെ സാധാരണ ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഹൈടെക് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കാര്യമൊന്നുമല്ല. നോർമൽ സ്റ്റുഡന്റിന് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന 2 കാര്യം അതിലുണ്ടായിരിക്കും. ആ 2 എണ്ണം ഏതാണെന്ന് മനസ്സിലാക്കി സമയബന്ധിതമായി തിരഞ്ഞെടുക്കുന്നവരാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ വിജയിക്കുന്ന വ്യക്തികൾ. മനസ്സിലായോ? സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. സോ 1 ശരിയാണ്, 2 തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. 1ഉം 3ഉം ശരിയാണ്. അപ്പൊ മൂന്നാമത്തെ ഒന്ന് വായിക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ശരിയാണല്ലോ. ശരിയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു ചാപ്റ്ററിന്റെ പല ഭാഗത്തായി കിടക്കുന്നു. നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഈ പ്രസ്താവന എന്ത് ചെയ്യാം? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. പ്രസ്താവന 1 ശരിയാണ്. പ്രസ്താവന 1ൽ എന്താ പറയുന്നത്? സബ്ഷെല്ലുകളായ
SpDF എന്നിവയെ യഥാക്രമം പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. 2, 4, 6, 10, 2, 6, 10, 14 എന്നാണ് കേട്ടോ. അതായത് S2, P എത്രയാണ്? P6, D10, EF14. ഇതാണ് നമ്മുടെ സബ്ഷെല്ലിലെ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ S2, P6, D10, F14 എന്ന് പറയുന്നതാണ് കേട്ടോ. 14 ഓക്കെ ആണല്ലോ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താ? തെറ്റാണെന്നാ പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1ാം ഗ്രൂപ്പിലെ മൂലകമായ ഹൈഡ്രജനും 18ാം ഗ്രൂപ്പിലെ ഹീലിയവും എന്ത് ചെയ്യുന്നുണ്ട്? S ബ്ലോക്ക് മൂലകങ്ങളാണ്. അവ അലോഹങ്ങളാണ് അഥവാ വാതകങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മൂലകങ്ങളും ലോഹങ്ങൾ എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. കാരണം ഹൈഡ്രജനും ഹീലിയവും അവിടെ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ പറഞ്ഞിരുന്നത്? അത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഡി ബ്ലോക്ക് മൂലകങ്ങളെ പൊതുവായി സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ മെറ്റലുകൾ എന്ന് വിളിക്കുന്നു. ശരിയാണത്. അവ പ്രതിനിധീകരിക്കുന്ന മൂലകങ്ങൾക്കും SP ബ്ലോക്കുകൾക്കും ഇടയിലുള്ള സ്വഭാവം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കാൻ കാരണം. 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങൾ. അടുത്തത് പ്രസ്താവന 4 തെറ്റാണ്. എന്താ അവിടെ പറഞ്ഞിരുന്നത്? ഊർജ്ജം കുറഞ്ഞു വരും എന്നാ പറയുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജ്ജം കുറഞ്ഞു വരുന്നു. അത് തെറ്റാണ്. കാരണം ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഷെല്ലുകളും അതിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജവും കൂടി വരികയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഷെല്ലുകളാണെങ്കിൽ നമുക്ക് K ലെസ് ദാൻ M L ലെസ് ദാൻ M ലെസ് ദാൻ N എന്ന് പറഞ്ഞിട്ടാണ് വരിക. KLMN ആണ് ഷെല്ലുകൾ. മറ്റേത് എന്തായിരുന്നു? സബ് ഷെല്ലുകളാണ് കേട്ടോ. ഓക്കെ. സോ കെമിസ്ട്രി അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ കോംപ്ലിക്കേറ്റഡിലേക്ക് പോവാതിരുന്നാൽ മതി. സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കെമിസ്ട്രിയിലുണ്ട്. ഓക്കെ. ചില ചോദ്യങ്ങൾ ടഫായിട്ടാണ് വരുന്നത്, എനിക്കറിയാം. ചില എക്സാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ടൈറ്റ് ആയ ചോദ്യങ്ങളാണ്. എന്നിരുന്നാലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇതിന്റെ സോഴ്സ് നോക്കാം. സിമ്പിളായി നോക്കിയേ. 10ാം ക്ലാസ്സിലെ രസതന്ത്രം ഭാഗം 1-ലെ 3ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം പോരാ. ഇത് ഞാൻ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ചാപ്റ്റർ എടുത്ത് വായിച്ചു നോക്കണം. ഓക്കെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവസാനത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1ാമത്തെ കാര്യം മുതൽ പറയുന്നത്. കാരണം 4ാമത്തെ പാർട്ടിലാണ് നമ്മുടെ ഉത്തരം കിടക്കുന്നത്. പക്ഷേ 1, 2, 3 പറഞ്ഞതിന് ശേഷം 4 പറഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, മനസ്സിലാവാത്തവർ ഒന്നുകൂടെ വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് കാണുക. ഓക്കെ ആണല്ലോ. ആദ്യത്തേത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് പറയുന്നത്, അഥവാ N. ഷെല്ലുകളെ അഥവാ ഊർജ്ജ നിലകളെ, മുഖ്യ ഊർജ്ജ നിലകളെ പ്രതിനിധീകരിക്കാൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N ഉപയോഗിക്കുന്നു. ഈ N എന്ന് പറയുന്നത് 1, 2, 3, 4 അങ്ങനെ ഡാഷ് ആയിട്ട് വരാം. വിലകൾ സാധ്യമായത് N = 1 എന്ന് പറയുന്നത് K ഷെല്ലിനെയും N = 2 എന്ന് പറയുന്നത് L ഷെല്ലിനെയും സൂചിപ്പിക്കുന്നു. ഇവിടെ കണ്ടോ, 1 എന്ന് പറഞ്ഞാൽ K ആണ്, 2 എന്ന് പറഞ്ഞാൽ L ആണ്, 3 എന്ന് പറഞ്ഞാൽ M ആണ്, 4 എന്ന് പറഞ്ഞാൽ N ആണ്. ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അടുത്തത് അസിമൂത്തൽ ക്വാണ്ടം നമ്പർ ആണ്. അതാണ് I എന്ന് പറയുന്നത്. ഓക്കെ. L എന്ന് പറയുന്നത് എന്താണ്? അസിമൂത്തൽ ക്വാണ്ടം നമ്പർ ആണ്. അസിമൂത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഓർബിറ്റലിന്റെ ത്രിമാന ആകൃതിയെയാണ്, അഥവാ 3 ഡയമെൻഷൻ ഷേപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. നിശ്ചിത ത്രിമാന ആകൃതിയിലുള്ളതും വ്യത്യസ്തമായ ദിശകളിലേക്ക് ക്രമീകരിക്കപ്പെട്ടുള്ളതുമായ ഓർബിറ്റലുകളെ ചേർത്ത് സബ്ഷെല്ലുകളായി പരിഗണിക്കാം. ഓരോ സബ്ഷെല്ലുകളും ബന്ധപ്പെട്ട സബ്ഷെല്ലുകളാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്? 1, 2, 3, 4 എന്ന് തന്നിട്ടുണ്ട്. ഷെൽ എന്ന് പറയുന്നത് KLMN ആണ്. പിന്നെ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ അസിമൂത്തൽ എന്ന് പറയുന്നത് L. ഇവിടെ കണ്ടോ, ഇത് 0 ആണ്. ഇവിടെ L-ലേക്ക് വരുമ്പോൾ 0, 1 വരും. M-ലേക്ക് വരുമ്പോൾ 0, 1, 2 വരും. അത് N-ലേക്ക് വരുമ്പോൾ 0, 1, 2, 3 വരുന്നുണ്ട്. ഇതാണ് അവിടെ വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? കാരണം K-ലേക്ക് വരുമ്പോൾ സബ്ഷെല്ലാണെങ്കിൽ S വരും. ഇവിടെ L-ലേക്ക് വരുമ്പോൾ S-ഉം P-യും വരും. M-ലേക്ക് വരുമ്പോൾ S-ഉം P-യും D-യും വരും. N-ലേക്ക് വരുമ്പോൾ SPDF വരുന്നുണ്ട്. ഓക്കെ. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ത്രിമാന രൂപമാണ്, 3D ഡയമെൻഷൻ ഷേപ്പ് ആണ്. അടുത്തത് മൂന്നാമത്തേത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്, അഥവാ M എന്ന് പറയും. അതെന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഓർബിറ്റലിൽ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്ന ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട്, നോർമലി തന്ന കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഞാൻ മുകളിലത്തെ വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇവിടെ ഓർബിറ്റുകളുടെ എണ്ണം 1 ആണെങ്കിൽ ആകെ ഓർബിറ്റുകളുടെ എണ്ണം എത്രയാണ്? K ഷെല്ലിൽ 1 ഉള്ളൂ. അടുത്തത് L സബ് ഷെല്ലിൽ 1, 3 വരുന്നുണ്ട്. എത്രയാണ് ആകെ ഓർബിറ്റുകളുടെ എണ്ണം? 4 ആണ്. ഇവിടെ 1, 3, 5 വരുന്നുണ്ട്. ഇവിടെ 1, 3, 5 വരുന്നുണ്ട്. അതാകെ എത്രയാണ്? 9 ആണ്. പിന്നെ അടുത്തതിൽ വരുന്ന SPDF വരുന്നുണ്ട്. സോ 1, 3, 5, 7 വരുന്നു. അപ്പോൾ മാറ്റം ടോട്ടൽ എത്രയാണ് വരുന്നത്? ആകെ ഓർബിറ്റുകളുടെ എണ്ണം 16 ആണ്. മനസ്സിലായല്ലോ? ഇതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഓർബിറ്റൽ ഓറിയന്റേഷന്റെ വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്ന
ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക്. വ്യത്യാസമാണ് പറയുന്നത് കേട്ടോ, വ്യത്യാസമാണ്. ആകെ ഓർബിറ്റുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നേ ഉള്ളൂ, ഒന്ന് വന്നു, 1 3 വരുന്നുണ്ട്, ടോട്ടൽ 4 ആണ്. സോ ആ ഒരു രീതിക്കാണ് വരുന്നത്. ഇവിടെ 1 3 4 1 3 4 ആവും, പിന്നെ 5 കൂടെ ചേർത്ത് 9 ആവും. മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാടോ. ഓക്കെ, ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. 4ാമത്തെ ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഇവിടെ ഷെല്ല് 1 2 3 4 എന്ന് പറഞ്ഞ ഷെല്ലുകൾ തന്നിട്ടുണ്ട്. ഓരോ ഷെല്ലുകളും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ തരുന്നുണ്ട്. സബ് ഷെല്ലുകളാണെങ്കിൽ K 2 വരും, L ആണെങ്കിൽ 8 വരും, M ആണെങ്കിൽ 18, N ആണെങ്കിൽ 32. പഠിച്ചു വെച്ചേക്കാം ഇപ്പൊ തന്നെ. നമ്മുടെ ചോദിച്ചത് സബ് ഷെല്ലാണ്. എന്നാൽ L ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ K ലാണെങ്കിൽ 2, L 8, M 18, N 32. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ അസിമുതൽ ക്വാണ്ടം നമ്പറിനെ തന്നിട്ടുണ്ട് 0 0 1 0 2 0 1 2 3 എന്ന് പറഞ്ഞിട്ട്. ഇനി സബ്ഷെല്ലാണെങ്കിൽ SPD SPDF എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഓരോ സബ്ഷെല്ലിന്റെ താഴെയും. ഇവിടെ നേരത്തെ നമ്മൾ അവിടെ കണ്ട അതേ സാധനമാണ്, ഓർബിറ്റലുകളുടെ എണ്ണം തരുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ സബ്ഷെല്ലിൽ ഇവിടെ 2 മാത്രമേ ഉള്ളൂ. സോ 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ 1ഉം 3ഉം വരുന്നുണ്ട്, 1ഉം 3ഉം വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, 3 × 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 കിട്ടി. സോ L സബ്ഷെല്ലില് ആകെ എത്രയാണ്? 6 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കുള്ളത് എന്താണ്? ഇവിടെ എസും പിയും ഇല്ല, കാരണം ഇവിടെ നമുക്ക് പി മാത്രം എടുത്താൽ മതി. ഇവിടെ നമുക്ക് എസ് ഉണ്ടായിരുന്നു, ഇവിടെ എസ് ഇല്ല. ഇവിടെ എസും പിയും എടുക്കണ്ട, ഇവിടെ ഡി മാത്രം എടുത്താൽ മതി. ഡി ഉണ്ട്. സോ നമുക്ക് എത്രയാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇതാണ് നമ്മുടെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരം കേട്ടോ. കാരണം നമുക്ക് 1ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചത് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അത് 10 ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 3 5 ഇല്ല, ഇവിടെ 2 ആണുള്ളത്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 × 2 എന്ന് പറഞ്ഞാൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. സോ 14 ആണ്. മനസ്സിലായല്ലോ? സോ ഇതാണ് നമുക്ക് എഫിൽ വരുന്നത്, എഫ് സബ്ഷെല്ല് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഓരോ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇവിടെ തരുന്നുണ്ട്. അത് n² ആണ്. ഓരോ ഷെല്ലിലുമാണ് കേട്ടോ. ഷെല്ലിലാണെങ്കിൽ പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം n². ഓരോ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണെങ്കിൽ 2n² ആണ്. 2n². ഇനി ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണെങ്കിൽ 2 ആണ്. അതാണ് ഈ 2. നമ്മളിവിടെ എല്ലായിടത്തും എഴുതിയ 2 കണ്ടോ. ഇനി ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണെങ്കിൽ 2 × 2l+1 ആണ്. 2 × 2l+1 ആണ് എന്ത്? പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഇനി ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എസിൽ 2 ആണ്, പിയിൽ 6 ആണ്, ഡിയിൽ 10 ആണ്, എഫിൽ 12 ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഉത്തരത്തിലേക്ക് വരണോ എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കണം. അല്ലാതെ ഞാൻ ഡയറക്റ്റ് വന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാപ്പാഠം പഠിക്കാൻ ഇത് മതി. മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഇത്രയും ഞാൻ പറഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോയിട്ടില്ല. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെ മൊത്തം നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക, അല്ലെങ്കിൽ ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇത് കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിച്ചാലും മതി. പക്ഷേ ഇത് മാത്രമേ ചോദിക്കൂ എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ശരി. ഇനി ഇപ്പൊ നമ്മൾ ഒരു ചോദ്യത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പഠിച്ചത് കേട്ടോ, ഒരു സ്റ്റേറ്റ്മെന്റ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരുന്നത്? എസ് ബ്ലോക്ക് എലമെന്റുകളെല്ലാം ലോഹങ്ങളാണെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഞാൻ വെരിഫൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ NS1 NS2 എന്ന് പറയുന്ന ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകങ്ങളെ എസ് ബ്ലോക്ക് മൂലകങ്ങളായി പരിഗണിക്കുന്നു. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളുടേത് NS1ഉം 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുടേത് NS2ഉമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹൈഡ്രജൻ 1s1ഉം ഹീലിയം 1s2ഉം എന്നിവ എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഹൈഡ്രജനും ഹീലിയവും വാതകങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലോഹങ്ങളും എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്നു. പക്ഷേ അതിന്റെ കൂടെ ഹൈഡ്രജനും ഹീലിയവും വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം എന്തല്ല, ലോഹങ്ങളല്ല. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ വളരെ സിമ്പിൾ ആയിട്ട് തരുന്നുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. 1ാമത്തെ ലൈനിൽ തന്നെ നമ്മൾ ഉത്തരവെടുത്തു, വെരിഫൈ ചെയ്തു. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബോക്സിൽ നൽകിയിരിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ: 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് അവ കാണപ്പെടുന്നത്. ബാഹ്യതമ ഷെല്ലിന് തൊട്ടടുത്തുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പരിപൂർണം നടക്കുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആയിട്ട് എടുത്തു. ഓക്കെ, ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം എന്താണ്, ലോഹങ്ങളാണ്. അതാണ് സിമ്പിൾ ആയിട്ട് എടുത്തത്. ഇനി ഇവിടെ നോക്കിയേ, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായിരുന്നു പറഞ്ഞത്? ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജ്ജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അവിടെ ഊർജ്ജം കുറഞ്ഞു വരുന്നു എന്നായിരുന്നു. എന്നാൽ ഇവിടെ എന്താണ്, ഊർജ്ജം കൂടി വരുന്നു എന്നാണ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ടത് കേട്ടോ. ഊർജ്ജം കൂടി വരുന്നു. അതാണ്ടോ K <L <M <N എന്നാണ് പറയുന്നത്. ഈ ക്രമത്തിൽ ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു.
സബ്ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നത് എങ്ങനെയാണ്? S ലെസ് ദാൻ P ലെസ് ദാൻ D ലെസ് ദാൻ F എന്ന് പറയുന്നതാണ്. ഒരൊറ്റ ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വന്നു ചേരുമ്പോൾ അവ വിവിധ സബ്ഷെല്ലുകളിലായിരിക്കും ക്രമീകരിക്കുന്നത്. ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് ഊർജ്ജം കൂടിയ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ ക്രമമായി നിറയുന്നു. ഇപ്രകാരമുള്ള ക്രമീകരണത്തെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തന്നത്. പ്രത്യേകിച്ചും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിയാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബോക്സ് മാത്രം വെച്ചിട്ട് ഇതാ ഇവിടെ കണ്ടോ, ഓരോ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കാണുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഈ ചാപ്റ്ററിലാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാം. ചിലർ ഈ ചാപ്റ്ററിലാണെന്ന് പോലും പറയില്ല. പക്ഷെ ഞാൻ ആ ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞു, ബുക്ക് ഏതാണെന്ന് പറഞ്ഞു, ഇതെങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു, ഫുൾ ആ മെത്തേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങളത് മനസ്സിലാക്കുക മക്കളെ. എത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും എടുത്തു തരുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചേക്കുക. ഓക്കെ ആണല്ലോ? സോ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ചിരിക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ശരി. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്ലേലിസ്റ്റിന്റെ കാര്യം. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ VFA ആൻഡ് LDC എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇവിടെ 4 വീഡിയോസ് നിങ്ങൾ നോക്കണ്ട, നിലവിൽ 10-14 വീഡിയോസ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ നിങ്ങളത് കാണുന്ന സമയത്ത്. സോ അത് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് VFA ആൻഡ് LDC എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലേലിസ്റ്റ്. പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ചാനലിൽ പോവുക, അവിടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും ഉണ്ട്, എല്ലാം ഓർഡറിൽ കാണുക. ഇന്ന് മുതൽ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ കാണുന്ന ബാക്കി ക്ലാസ്സുകളെല്ലാം പെൻഡിങ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ക്ലാസ്സിന്റെ സമയമാണ് ബാക്കിയുള്ളവർക്ക് ഡൗട്ട്. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ട്. രാവിലെ 8:17 രാവിലെ 8:17 ആണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളുടെയും സമയം കേട്ടോ. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നോട്ടിഫിക്കേഷൻ ചെയ്ത് വെച്ചേക്കുക. നമ്മൾ എല്ലാ ദിവസവും ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഇടുന്നുണ്ട്. അവിടെ ഒരു പോസ്റ്റ് ഇടും, എത്ര സമയമാണ്, എത്ര മണിക്കാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, വൈകുന്നേരം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ക്ലാസ് എടുക്കുന്ന സമയം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും 8:17 തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ മക്കളെ. ഇനി ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. രസതന്ത്രത്തിലെ 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിലാണ് നൽകപ്പെട്ടത്? ഇതുവരെ എല്ലാ കെമിസ്ട്രി എക്സാമിന് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് രസതന്ത്ര നോബൽ. അത് 23 മുതൽ 24, 25 ഒക്കെ ചോദിക്കാറുണ്ട്. സോ ശ്രദ്ധിച്ചു വെച്ച് മനസ്സിലാക്കുക. 2025 രസതന്ത്ര നോബൽ ഏതിന്റെ കണ്ടുപിടുത്തത്തിലാണ് നൽകപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുമ്പ് കണ്ട മക്കൾക്ക് എല്ലാവർക്കും ഒരു കോഡ് അറിയാം. എന്താ കോഡ്? വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു കോഡ് പറഞ്ഞിട്ടില്ലേടാ, മെറ്റാലിക് സുസൂക്കി എന്ന് പറയുന്ന ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് മുമ്പ് എന്തായിരുന്നു? റിച്ചായ ഓമർ രസമുള്ള ഒരു മെറ്റാലിക് സുസൂക്കി വാങ്ങി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കോഡ്. ആ മെറ്റാലിക് എന്ന് പറഞ്ഞവർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ C ആണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്. ഓക്കെ അല്ലേ? ഇതാ നോക്കിയേ, ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് 2025 നോബൽ സമ്മാനം. രസതന്ത്രത്തിനുള്ള 2025 നോബൽ സമ്മാനം ലഭിച്ചത് 3 പ്രമുഖ ശാസ്ത്രജ്ഞരായ സുസുമു കിറ്റഗാവ ജപ്പാനാണ്, റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയയാണ്, ഒമർ യാഗി USA ആണ്. കണ്ടുപിടുത്തം എന്തായിരുന്നു? തന്മാത്രാ നിർമ്മാണ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ വായിക്കുന്ന അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോബൽ പ്രൈസ്. നമുക്ക് ഒറിജിനൽ വെബ്സൈറ്റിൽ നോബൽ പ്രൈസിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ഇതാണ് നോബൽ പ്രൈസ്. നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ എടുക്കേണ്ട വെബ്സൈറ്റ് കേട്ടോ. സോ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്ടോബർ 8, 2025 എന്ത് ചെയ്തത്, നോബൽ പ്രൈസ് കെമിസ്ട്രിയിൽ കൊടുക്കപ്പെട്ടത് 2025. അത് ഏത് അക്കാഡമിയാണെന്ന് ചോദിക്കാറുണ്ട്. റോയൽ സ്വീഡിഷ് അക്കാഡമി ഫോർ സയൻസ് ആണ് എന്ത് ചെയ്തത്, നോബൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത് 2025. ലഭിച്ച വ്യക്തികളാണ് സുസുമു കിറ്റഗാവ, ക്യോട്ടോ യൂണിവേഴ്സിറ്റി ആണ് ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബോർ ഓസ്ട്രേലിയ, ഒമർ M യാഗി ആണ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ ബെർക്ലി ആണ് USA. എന്തിനാണ് കിട്ടിയത്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്. അതായത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ ഡെവലപ്മെന്റിനാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്റെ കോഡ് ഉണ്ടല്ലോ. എന്റെ കോഡ് അറിയാത്തവർ സിമ്പിൾ ആയിട്ട് അത് പഠിച്ചു വെച്ചേക്കുക. റിച്ചായ ഒമർ ഒരു രസമുള്ള മെറ്റാലിക് സുസൂക്കി വാങ്ങി. ഇതാണ് എന്റെ കോഡ് കേട്ടോ. ഞാനിത് ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെട്ടതുമാണ് കേട്ടോ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ് ഈ പറയുന്ന നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് വരും, രണ്ടാമത്തേത് വരും നോബൽ പ്രൈസ്. പക്ഷെ അപ്പോഴും ചോദിക്കാൻ സാധ്യത ഇതാണ്. ഇനി VFA എക്സാമ്പിൾക്ക് തീർച്ചയായും ഇത് തന്നെയായിരിക്കും. LDC ആകുമ്പോഴേക്കും നമുക്ക് 2026 സെപ്പറേറ്റ് ഒരു ക്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം, പുതിയ നോബൽ പ്രൈസ് വരുന്ന സമയത്ത്. ഇപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കാം. റിച്ചായ ഒമർ ഒരു രസമുള്ള മെറ്റാലിക് സുസൂക്കി വാങ്ങി. എന്താണ് റിച്ചായ? റിച്ചായ എന്ന് പറയുന്ന സമയത്ത് റിച്ചാർഡ് റോബ്സനെ നിങ്ങൾ ഓർക്കണം. റിച്ചാർഡ് റോബ്സൺ കണ്ടോ, റിച്ചാർഡ് റോബ്സൺ ആണ് റിച്ചായ. അടുത്തത് ഒമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒമർ M യാഗി ആണ്. ഒമർ M യാഗി.
അടുത്തത് രസമുള്ള എന്ന് പറഞ്ഞാൽ രസതന്ത്ര നോബലാണ്. രസതന്ത്ര നോബൽ. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ആണ് കേട്ടോ. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. സുസുക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് സുസുമു കിറ്റഗാവ. മനസ്സിലായോ? അപ്പോൾ റിച്ചായ ഓമറ രസമുള്ള ഒരു മെറ്റാലിക് സുസുക്കി വാങ്ങി. സിമ്പിൾ കോഡാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കെമിസ്ട്രി നോബൽ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം സിമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത് എന്നാണ് ചോദിക്കുന്നത്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ കേട്ടോ, പഠിച്ചു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ? അത് ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഓപ്ഷൻ സി ആണ്. ജാൻ ടെല്ലർ മെറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ് ഓപ്ഷൻ സി, ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത്. ഇതെവിടെ നോക്കിയേ, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകളുടെ ക്രമം ഞാൻ ഇവിടെ തരുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ദ്രവ്യത്തിന്റെ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഖരമാണ്, അഥവാ സോളിഡ് ആണ്. ഖരം, സോളിഡ്. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ്രാവകമാണ്, ലിക്വിഡ് ആണ്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് വാതകമാണ്, ഗ്യാസ് ആണ്. നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്? പ്ലാസ്മയാണ് കേട്ടോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായുള്ള ദ്രവ്യാവസ്ഥ ഏതാണെന്ന് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. പഠിച്ചു വെച്ചേക്കുക, പ്ലാസ്മയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മയാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ആണ് കേട്ടോ. സോ 1ാമത്തെ ഖരം, 2ാമത്തെ ദ്രാവകം, 3ാമത്തെ വാതകം, 4ാമത്തെ പ്ലാസ്മ. ഇനി 5ാമത്തെ, ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മുടെ SCERT-യിലൊക്കെ വന്നിട്ടുള്ളത് ഇതാണ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസെന്റ് ആണ് കേട്ടോ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് 5ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് 6ാമത്തെ അവസ്ഥ. ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് 6ാമത്തെ അവസ്ഥ. 7ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗുവോൺ പ്ലാസ്മയാണ്. ക്വാർക്ക് ഗുവോൺ പ്ലാസ്മയാണ് 7ാമത്തെ അവസ്ഥ. 8ാമത്തെ അവസ്ഥ റൈഡ്ബർഗ് അവസ്ഥയാണ് കേട്ടോ. റൈഡ്ബർഗ് അവസ്ഥയാണ്, അല്ലെങ്കിൽ റൈഡ്ബർഗ് മാറ്റർ എന്ന് പറയുന്നതാണ് 8ാമത്തെ അവസ്ഥ. ഇനി 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഇത് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ. 9ാമത്തെ അവസ്ഥയായിട്ട് കണക്കാക്കപ്പെടുന്നത് ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഓക്കെ ആണല്ലോ? സോ 5 മുതൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, റൈഡ്ബർഗ് അവസ്ഥ, ജാൻ ടെല്ലർ മെറ്റൽ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. വാതകം വരെ നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. പ്ലാസ്മ മുതലൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഏറ്റവും കൂടുതലുള്ളത് പ്ലാസ്മയാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഓക്കെ ആണല്ലോ? സോ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം മക്കളെ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ കുറവാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയാം, ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ ക്ലാസ് കഴിയും തോറും നിങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞു വരുവാണ്. പക്ഷെ നമ്മുടെ ക്ലാസ്സിന്റെ സമയത്ത് ഒരു കുറവുമില്ല. നിങ്ങൾക്ക് SCERT ഉണ്ട്, NCERT ഉണ്ട്. അത് പോരാതെ തന്നെ ഇങ്ങനത്തെ ക്ലാസ്സുകളുണ്ട്, സോഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ. എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. കൂടെ ഇന്ന് എന്ത് ചെയ്യുക? ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൂടെ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഹൈപ്പ് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, അതൊന്നും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. SCERT-യിൽ എന്താണ് പറയുന്നതെന്ന്. ഇവിടെ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദ്രവ്യത്തിന്റെ അവസ്ഥാന്തരങ്ങൾ ഒരു ബോക്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇവ 3 മാത്രമല്ല ദ്രവ്യത്തിന്റെ അവസ്ഥകള്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. കണ്ടോ? ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. കണ്ടോ? ഇതാണ് അടുത്ത പോയിന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം പ്ലാസ്മ അവസ്ഥയിലാണുള്ളത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നതാണ് നക്ഷത്രങ്ങളും നെബുലകളും. ഓക്കെ, നെബുലകളും എന്താണ്? നെബുലകളും നക്ഷത്രങ്ങളും പ്ലാസ്മ അവസ്ഥയിലാണുള്ളത്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നതാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. അപ്പോൾ ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റ് പല അവസ്ഥകളും ദ്രവ്യത്തിനായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അടുത്ത 5ാമത്തെയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസെന്റ്. കണ്ടോ? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസെന്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ ഉദാഹരണങ്ങളാണ്. സോ SCERT-ൽ നമുക്ക് 6 എണ്ണം വരെ പറയുന്നുള്ളൂ. പക്ഷെ ചോദ്യത്തിൽ 9 വരെ ചോദിച്ചിട്ടുണ്ട്. 9 ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ദ്രവ്യങ്ങളെ കുറിച്ച് SCERT-ൽ പറയുന്നത് 6 വരെ പറയുന്നുള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് പ്ലാസ്മയാണ്. പ്ലാസ്മ ഇനിയും ചോദിക്കാട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങളത് മനസ്സിലാക്കി വെച്ചേക്കാം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്.
ഓക്കെ, ഞാൻ ഈ പറയുന്ന ചാപ്റ്ററുകളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇത്രയാണ് കൂടുതൽ പറയുന്നത്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ ലോഹങ്ങൾ, ലായനികൾ, പീരിയോഡിക് ടേബിൾ, ആ ചാപ്റ്ററുകൾ കണ്ടല്ലോ, അതൊക്കെ തീർച്ചയായിട്ടും പഠിച്ചു വെച്ചേക്കണം. കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററുകളാണത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, സിമ്പിളായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുവാണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിച്ചേ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ചോദ്യങ്ങൾ, അതായത് നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ, 3 മാർക്കേ വരുന്നുള്ളൂ, 3 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അത് കൂടാതെ തന്നെ കറണ്ട് അഫെയർ എന്നുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, ഈ കറണ്ട് അഫെയറിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ചോദിച്ചത് നോബൽ പ്രൈസ് അതുപോലുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫെയർ ആയിട്ട് വരാം. സോ മേ ബി 1-2 ചോദ്യങ്ങൾ കറണ്ട് അഫെയർസ് ഒന്നും വരാം. സോ ഏറ്റവും കൂടുതൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ചോദ്യങ്ങൾ, എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങളും അതെന്തൊക്കെയാണ് ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതെന്ന് സോഴ്സ് വ്യക്തമായിട്ട് വിത്ത് ടോപ്പിക് എക്സ്പ്ലനേഷൻ, നിങ്ങൾക്ക് ഒന്നാമത്തെ ആ സ്റ്റേറ്റ്മെന്റ് കാണുന്ന സമയത്ത് മനസ്സിലായില്ലേ? സോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ് വേണ്ടത്. സോ ഇനി നിങ്ങൾക്ക് അടുത്ത ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, VFA LDC നെക്സ്റ്റ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, സയൻസ് ആയാലും GK ആയാലും ഏത് പാർട്ടായാലും നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഒരു കമന്റ് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്ലാസ് വേണമെന്നുള്ളവരെ, അതേപോലെ തന്നെ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് PSC തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, ഹൈപ്പ് എന്ന് എനേബിൾ ചെയ്യാം. ഒരുപാട് പേർക്ക് അറിയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്തൊന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. സോ അത് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ അപ്ഡേറ്റ് പ്ലേസിലുണ്ട്. ഇനി ഒരുപാട് ക്ലാസ്സുകൾ വരാനിരിക്കുന്നുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ, കൂടെ ചേർന്ന് പഠിക്കാൻ. കീപ് ലേണിംഗ് വിത്ത് മീ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.